നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം യോഗ വിഷയമാകുന്നു. കല്യാണവർമാവ് തൻ്റെ ഗ്രന്ഥമായ സാരാവലിയിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് യോഗ വിഷയം. ഇവിടെ 17ാമത്തെ ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹ യോഗ വിഷയമാണ്. 4 ഗ്രഹങ്ങളുടെ യോഗത്തിനെയാണ് ചതുർഗ്രഹ യോഗമെന്ന് പറയുന്നത്. അതിനുശേഷം 5 ഗ്രഹങ്ങളുടെ യോഗമുണ്ട്, പഞ്ചഗ്രഹ യോഗമുണ്ട്. ഇവിടെ ചതുർഗ്രഹ യോഗം ഇതാ കഴിയാൻ പോവുകയാണ്. അടുത്തതായി നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹ യോഗത്തിൽ ചൊവ്വയും ബുധനും വ്യാഴവും ശനിയും ഒരുമിച്ച് വരുമ്പോഴുള്ള യോഗമാകുന്നു. ഇവിടെ 2 ശുഭഗ്രഹങ്ങളാണ്. ആരൊക്കെയാണ്? വ്യാഴവും ബുധനും. 2 പാപഗ്രഹങ്ങൾ ചൊവ്വയും ശനിയും. ഇത് തമ്മിലുള്ള യോഗം എപ്രകാരമുള്ള മനുഷ്യനെയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ശൂരോ വിദ്വാൻ വാഗ്മി ധനരഹിത സത്യശൗചസമ്പന്ന വാദി ദ്വന്ദ്വസഹിഷ്ണുർ മതിമാൻ സഹിതേർ ബുധാര ഗുരു സൗരേഹി. ബുധൻ, ആരൻ ചൊവ്വ, പിന്നീട് ഗുരു, പിന്നീട് സൗരഹ സൂര്യസ്യ അപത്യം പുമാൻ, സൗരഹ ശനി. ഈ 4 ഗ്രഹങ്ങളോട് സഹിതേഹി കൂടിയ വ്യക്തിയുടെ സ്വഭാവം ഇപ്രകാരമായിരിക്കും. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. എങ്ങനെയുള്ള വ്യക്തിയാണ് അദ്ദേഹം? അദ്ദേഹം ശൂരനാണ്. നല്ല ശൗര്യത്തോടു കൂടിയ വ്യക്തിയാണ്. ശൂരത്വം പ്രകടിപ്പിക്കും. വിദ്വാനാണ്. നല്ല പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. നല്ല വാഗ്മിത്വമുണ്ട്. വാഗ്മിയാണ് അദ്ദേഹം. ധനരഹിത ഭവതി. സാമ്പത്തികമായൊരു വലിയ അഭിവൃദ്ധി അദ്ദേഹത്തിന് കാണുന്നില്ല. ഈ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും സാമ്പത്തികമായി അദ്ദേഹം അത്ര മേന്മ കാണുന്നില്ല ആ വ്യക്തിക്ക്. പിന്നീട് അദ്ദേഹം സത്യ ശൗചസമ്പന്ന ഭവതി. സത്യം കൊണ്ട് സമ്പന്നമാണ്. വൃത്തി കൊണ്ടും ശുചിത്വം കൊണ്ടും സമ്പന്നമാണ്. പലപ്പോഴും സത്യത്തിലൊക്കെ അടിയുറച്ച് നിൽക്കുന്നത് കൊണ്ടാകാം അദ്ദേഹത്തിന് മറ്റു രീതിയിൽ ധന സമ്പാദനത്തിനൊക്കെ തന്നെ കഴിയാതിരിക്കുന്നത്. കാരണം നല്ല പാണ്ഡിത്യമുണ്ട്, വാഗ്മിയാണ്, ധാർമ്മികത, സത്യം, ധർമ്മം മുതലായവ മുറുകെ പിടിക്കുന്ന വ്യക്തിയായതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് സാമ്പത്തിക മേഖലയിലധികം പുരോഗതി വരാത്തതെന്ന് അർത്ഥം. വാദിയാണ്, നന്നായി വാദിക്കുന്ന കഴിവുണ്ടാകും. അപ്രകാരം ദ്വന്ദ്വ സഹിഷ്ണുഹു ച ഭവതി. ഇവിടെ ദ്വന്ദ്വ സഹിഷ്ണുഹു എന്നാൽ സുഖത്തെയും ദുഃഖത്തെയും സഹിക്കുന്ന വ്യക്തിയായിരിക്കും. അതിനാൽ ഏത് ക്ലേശങ്ങൾ വന്നാലും സുഖം വന്നാലും അതിനെ സമഭാവനയോടുകൂടി തന്നെ അതിനെ നേരിടുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഇദ്ദേഹം. മതിമാനാണ്. നല്ല ബുദ്ധിശക്തി ഇദ്ദേഹത്തിനുണ്ട്. ഏതായാലും ഈ യോഗത്തിൽ സമ്പത്ത് വേണ്ടത്ര ഇല്ല എന്നാണ്. പക്ഷെ പാണ്ഡിത്യവും അറിവും ബുദ്ധിശക്തിയും പ്രകടിപ്പിക്കുവാനുള്ള വൈഭവവും ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാനുള്ള ഒരു കഴിവുമുള്ള വ്യക്തിയാണ് ഈ ചതുർഗ്രഹ യോഗത്തിലെന്നതിൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയുക. നന്ദി, നമസ്തേ.